ഞാൻ ചോദിക്കാൻ വന്നൊരു ചോദ്യം അലവി സഖാഫിയുടെ ഒരു കള്ള പ്രചാരണം സംബന്ധിച്ചാണ്. പുടവ മാസികയിൽ അന്യ പുരുഷന്മാരുമൊത്ത് യാത്ര ചെയ്യൽ അനുവദനീയമാണെന്ന് പുടവ മാസികയിലുണ്ട് എന്ന് അലവി സഖാഫി അന്യ പുരുഷന്മാരോടുകൂടെ സ്ത്രീക്ക് യാത്ര ചെയ്യാമെന്ന് പുടവ മാസികയിലുണ്ട് എന്ന് എല്ലാ വേദികളിലും അലവി സഖാഫി പ്രസംഗിച്ച് നടക്കുന്നതായ ഒരു അറിവ്. അതുകൊണ്ട് അത് ഒരു മുജാഹിദ് നേതൃത്വത്തോട് ചോദിച്ചപ്പോൾ അത് അലവി സഖാഫി കള്ളം പറയുകയാണ് എന്നും അത് അക്ബറോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ്, അതുകൊണ്ട് അവസരം തന്നില്ല, ഇതിൽ അവസരമുണ്ടാകുമെന്ന് കരുതുന്നു. വേറൊരു കാര്യം അടുത്ത കാര്യം ഇതുമായി ബന്ധപ്പെട്ടതാ, വേറെ ചോദ്യമാണെങ്കിൽ അടുത്ത ഇതുമായി ബന്ധപ്പെട്ടതാണ്, ഇപ്പൊ തന്നെ ചോദിക്കാം. ഒരു ചോദ്യം ചോദിച്ചാല് ഒരുപാട് സമയം അതിന് മറുപടിക്കെടുത്ത് അക്ബറിനെ പോലെ മുങ്ങാനുള്ളൊരു സദസ്സാണോ ഇത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല എന്നാണ് അതിന്റെ മറുപടി. അവസാനത്തെ ചോദ്യത്തിന്റെ മറുപടി ആദ്യം പറഞ്ഞു. ഇനി ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഇപ്പം പറയാം. അക്ബറിന്റെ സദസ്സിന് നിങ്ങൾ പോയി കുറെ നേരം കാത്തിരുന്നു, അങ്ങനെ ചോദിക്കാൻ അവസരം കിട്ടിയില്ല. അതന്നെയാണ് നേരത്തെ മാളിയേക്കൽ ഇവിടെ പറഞ്ഞത്. തുറന്ന സംവാദം എന്ന പേര് വെച്ച് അടച്ചിട്ട സംവാദം എന്നതിനെ കുറിച്ച് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളെ സംവാദമല്ല, ഞങ്ങളെ സംവാദത്തിന്റെ അവസ്ഥ തുറന്ന സംവാദം എന്ന് പറഞ്ഞാൽ തുറന്ന സംവാദം തന്നെയാണ്. ഇവിടെ മുജാഹിദുകൾക്ക് വരാം, മൗലവി വരാം, പ്രവർത്തകർക്ക് വരാം, മുജാഹിദ് അല്ലാത്തവർക്ക് വരാം, എല്ലാവർക്കും വരാം, എന്തും ചോദിക്കാം. അതാണ് ഞങ്ങൾ നോക്കി. എന്തൊരു സുതാര്യ നിലപാടാണ്. ഞങ്ങളിവിടെ ക്യൂ സിസ്റ്റം പാലിപ്പിച്ചിട്ടില്ല. ആദ്യം ഇയാള്, പിന്നെ അയാള്, പിന്നെ അയാള് ഇല്ല. ഞങ്ങൾ വളരെ സുതാര്യമാണ്. ഞങ്ങളെ നിലപാട് വളരെ ക്ലിയറാണ്, കൃത്യമാണ്, വ്യക്തമാണ്. എന്താ കാരണം? ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങൾ വിശ്വസിക്കുന്ന ആശയത്തെ ചോദിച്ച് തോൽപ്പിക്കാനും ഞങ്ങളെ ഉത്തരം മുട്ടിപ്പിക്കാനും ഇവിടെയുള്ള ലോകത്തുള്ള ഒരു ശക്തിക്കും കഴിയില്ല. ഞങ്ങൾക്ക് ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. അതിന്റെ അർത്ഥം ഞങ്ങളൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരെ വലിയ അല്ലാമകളാണെന്ന് നിങ്ങൾ ധരിക്കണ്ട. ഞങ്ങൾ വിശ്വസിക്കുന്ന ആശയങ്ങൾ പ്രമാണബദ്ധമായി തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ധൈര്യത്തിന് വരുന്നത്. അതേ അവസരത്തിൽ അക്ബറിനെ അറിയാം, ഓരോട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ പിന്നെ മുണ്ടാട്ടുണ്ടാവൂല. അതുകൊണ്ടാണ് മൂപ്പർ അതിന് അവസരം കൊടുക്കാത്തതും. മനസ്സിലായത്? അത് ഞാൻ പറഞ്ഞതല്ലോ, നേരത്തെ ഞാൻ വായിച്ചില്ലേ, സക്കരിയ സലാഹി പറഞ്ഞില്ലേ, അറബി ഭാഷ അറിയില്ല, വിവരമില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു ചോദ്യം തന്നെ എന്തോ ഒരു കുതിരത്തിനാൽ ഇങ്ങനെ തട്ടിമുട്ടി പോകല്ലത്. ഇത് നേരത്തെ മാളിയേക്കൽ പ്രഖ്യാപിച്ചു. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ കീഴിലുള്ള ദഅ്വാ സെല്ല് ഇവരെ പിന്തുടർന്ന് പിടികൂടുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതോടുകൂടി ഈ പരസ്യ പ്രസ്താവന നിൽക്കും, യാതൊരു സംശയവുമില്ല. ഇരിക്കട്ടെ, നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയുന്നു. അതുകൊണ്ട് ഞങ്ങളെ നിലപാട് സുതാര്യാണ്. ഞാൻ പറഞ്ഞതാണോ അത് കളവാവില്ല, ഉള്ളതെന്നെ പറയാൻ ഇവിടെ നേരമില്ല, പിന്നല്ലേ കളവ് പറയല്. ഇത് നോക്കിങ്ങൾ, ഇത് മുജാഹിദിന്റെ പുടവ മാസികയാണ്. ഇതിൽ ചോദിക്കണത് ആരാ? ഉമ്മു അബ്ദില്ല വടകര എന്ന് പറയുന്ന സ്ത്രീയാണ്. എന്താ ചോദിക്കുന്നത്? സ്ത്രീകൾക്ക് ബൈക്കിൽ യാത്ര ചെയ്യാമോ? ഇതാണ് ചോദ്യം. സ്ത്രീകൾക്ക് ബൈക്കിൽ യാത്ര ചെയ്യൽ എന്നാണ് ഹെഡിങ്. സ്ത്രീകൾക്ക് ബൈക്കിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ പെണ്ണ് സ്വന്തം കാർ ഓടിച്ചു പോകല് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ബൈക്ക് ഓടിച്ചു പോകാമോ എന്നല്ല. പിന്നെന്താണ് ചോദിക്കുന്നത്? കണ്ടോ, ഒരു സ്ത്രീ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? അന്യ പുരുഷന്റെ കൂടെ യാത്ര ചെയ്യാമോ? ഇതാ ചോദ്യത്തിലുള്ള വശാണിത്. ഞാൻ എന്റെ പോക്കറ്റിൽ നിർത്തതല്ല. ഉത്തരം എന്താ? ദീർഘമായ മറുപടിയാണ്. അതിൽ പറഞ്ഞുകൊണ്ട് അവസാനം മൂപ്പര് പറയുന്നത് എന്താ? എന്നാൽ ഇസ്ലാം നിർദ്ദേശിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു രാത്രിയും ഒരു പകലും ദീർഘമാകാത്ത യാത്ര ചെയ്യുന്നത് നിഷിദ്ധമാണെന്ന് പറയാൻ പറ്റൂല. ഏത്? അപ്പൊ അന്യ പുരുഷന്റെ കൂടെ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യാൻ ഒരു കുഴപ്പമില്ല. പ്രശ്നം എത്ര ഉള്ളൂ? 24 മണിക്കൂറിന്റെ അപ്പുറം ഒരു മിനിറ്റ് പോകരുത് എന്ന് മാത്രം. എന്നാ ഓക്കെ, അത് വലിയ സംഗതിയാണ്. 24 മണിക്കൂറും ഒരു പെണ്ണിനെയും കൂട്ടി ഒരു ചെറുപ്പക്കാരന് ബൈക്കിന്റെ പിന്നിൽ യാത്ര ചെയ്ത് അവളെ കൊണ്ട് നടക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് മുജാഹിദിന്റെ വനിതാ മാസികൻ എഴുതിയിട്ടുള്ളത്. ഇത് മലയാളാണ്. അലവി സഖാഫിക്ക് നുണ പറയേണ്ടതില്ല. സത്യമായത് തന്നെ മുജാഹിദ് എഴുതി വെച്ചത് ഇവിടെ ഇഷ്ടംപോലെ ഞങ്ങൾക്ക് പറയാനുണ്ട്. പച്ചയായ മലയാളാണ്, ആർക്കും വന്ന് നോക്കാം.
ഞങ്ങളിത് എല്ലായിടത്തും പറയുന്നത് ഇതുകൊണ്ടാണ്. ഈ സത്യം മുജാഹിദ് പച്ച മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഈ സത്യം നിരാകരിക്കാൻ പറ്റൂല. എന്നിട്ട് പറയുന്നതെന്താ? അതാ രസം. ബൈക്കിന്റെ പിന്നിലിരിക്കുമ്പോൾ നമുക്കറിയാം സ്ത്രീകൾക്ക് ഇരിക്കാൻ പുരുഷന്മാർ ഡ്രൈവർ ഇരിക്കുമ്പോൾ ഇരിക്കാൻ കഴിയൂലല്ലോ. അങ്ങനെയുള്ള നമ്മൾ പുരുഷന്മാരാണെങ്കിൽ സാധാരണ ഞാൻ പറയാറുണ്ട്, ഡ്രൈവർ ഇരിക്കുന്നത് പോലെ നമുക്കിരിക്കാം. ഒരു കാലം അങ്ങോട്ടും ഒരു കാലം ഇങ്ങോട്ടും നോക്കിയാൽ ബാലൻസ് ക്ലിയർ ആയി. ഇനി പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പെണ്ണാകുമ്പോ അങ്ങനെ ഇരിക്കാൻ കുറച്ച് പ്രയാസമാണല്ലോ, ശാരീരികമായ പ്രകൃതം തന്നെ. അപ്പൊ എങ്ങനെ ഇരിക്കണം? രണ്ട് കാലും ഇങ്ങോട്ട് ഇട്ട് ഇരിക്കേണ്ടി വരും. അപ്പോ ബൈക്കാണ്ട് ഓടുമ്പോ പെണ്ണ് ബൈക്കുമ്പോ തന്നെ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? മുന്നിൽ പിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ താഴെ കൊഴിഞ്ഞു വെച്ചിട്ടുണ്ടാവും. ആ മുന്നിലെ പിടുത്തം വരല്ലേ എവിടെ? നിങ്ങൾ ചിന്തിക്ക്, ഞാൻ പറയണോ? എന്നിട്ട് മുജാഹിദ് പറഞ്ഞത് എന്താ? അങ്ങനെ പിടിക്കുമ്പോ കണ്ടറിഞ്ഞ് വത്തു കൊടുക്കുക. സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതാകുന്നു. പരമാവധി ഒക്കെ ചെയ്യുക. പിന്നെ ബൈക്കല്ലേ, കുണ്ടിലും കുഴിയിലും ചാടുമ്പോ അടക്കി പിടിച്ചതന്നെ, അത് കുഴപ്പമില്ല. നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് പറയാ അത് അങ്ങനെ പോകാം. എത്ര വരെ? 24 മണിക്കൂർ വരെ പോകാം. അതിനൊരു മിനിറ്റ് അപ്പുറത്താകാൻ പാടില്ല. ഇത് ഏതാ മതം? നിങ്ങളെ ജാതി ഏതാ? നിങ്ങളെ നബി ആരാ? ഞങ്ങൾക്ക് അറിയണില്ല. നിങ്ങളെ മതത്തിന്റെ പേരെന്താ? ഇത് ഇസ്ലാമാ? ഇങ്ങനെ ഒരു ഇസ്ലാമുണ്ടോ? എന്ത് ഇസ്ലാമാണിത്? 24 മണിക്കൂർ ഒരു പെണ്ണിനേറ്റ് ഇങ്ങനെ റൗണ്ട് ചുറ്റാ ഒരു കുഴപ്പമില്ല. ഈടാ ഒരു ചെറുപ്പക്കാരന് ഒരു പെണ്ണിനെ കിട്ടിയ 24 മണിക്കൂർ വേണം. നിങ്ങൾ എവിടുന്ന വരുന്നത്? അല്ല അതൊന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതം? എന്തൊക്കെ ഈ പറഞ്ഞത്? നിങ്ങളത് മത, ഇത് ദീന, ഇത് ഇസ്ലാമാ? എന്നിട്ട് പറയാം അലവി സക്കാഫി നോണ പറയാണ്. അത് പറയാൻ നല്ല ചുരുക്ക. സ്റ്റേജുമ്പോ കാര്യം നേരത്തെ സക്കരിയ പറഞ്ഞില്ലേ, പച്ചക്കള്ളൊന്നും ഇങ്ങനെ ശെദ്ദു കൂട്ടിയിട്ട് ശെദ്ദും മദ്ദും കൂട്ടി, അതുകൊണ്ട് കളവാവൂല. നോണ പറയുന്ന ആളുകൾ നുണയന്മാര്, കള്ളന്മാരെന്നെ. അപ്പൊ അതുകൊണ്ട് അത് മുജാഹിദുകളാണ്. ഞങ്ങൾ സത്യമേ പറഞ്ഞിട്ടുള്ളൂ. സത്യം മാത്രം പറയാൻ തന്നെ ഞങ്ങൾക്ക് യഥേഷ്ടമുണ്ട്. നുണ പറയാൻ ഞങ്ങളെ ശൈലിയല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഒരു അക്ബർ ചെയ്ത മാതിരി ചെയ്യരുത്. അക്ബർ ചെയ്ത മാതിരി ഞങ്ങൾ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ഒരു ചോദ്യത്തിന്റെ ഗൗരവം റസൂലുള്ളാഹിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞപ്പോ, മോശമാക്കി പറഞ്ഞപ്പോ, അതൊന്നും ഞങ്ങൾ മുജാഹിദിനെ പറ്റി ആരോപിച്ചതല്ല എന്നറിയിക്കാൻ വേണ്ടിയാണ് ഒരു 10-12 മിനിറ്റ് നീണ്ട രൂപത്തിൽ ഞാനൊരു മറുപടി പറഞ്ഞത്. ക്ലിപ്പിംഗ് സഹിതമായതുകൊണ്ടാണ്. നിങ്ങൾക്കറിയോ, പെരിന്തൽമണ്ണയിൽ തന്നെ നമ്മൾ മുഖാമുഖം നടത്തി. സയ്യിദ് ഹബീബ് കോയ തങ്ങളുടെ നേതൃത്വത്തിൽ. അറിയാം, 10,000-കണക്കിന് ആളല്ലേ ഉണ്ട്. എത്ര നേരം നീണ്ടു നിന്നു. ഡിവൈഎസ്പി അവിടെ വന്നു, മുജാഹിദ് വിളിച്ച് ശല്യം ചെയ്തിട്ട്. അങ്ങനെ അയാൾ വന്നിട്ട് ഇങ്ങനെ കേട്ടോക്കുമ്പോ മൂപ്പരുദ്ദിനാണ് ജയിച്ചുപോയി. സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾക്ക് അനുഭവമാണ്. ബാഹ്യക്കൽ ഇപ്പോഴും ആ കഥ പറഞ്ഞ് തിരിച്ചാറുണ്ട്. ഇയാളെ പല പിടിച്ചു കൊടുത്താണ് എന്തിനത് നിർത്തിക്കാൻ വേണ്ടിയിട്ട്. ഇയാളിതിങ്ങനെ കുറച്ചു നേരം ഇത് കേട്ടോക്കുമ്പോ ഇത് നല്ല രസമുണ്ടല്ലോ പരിപാടി. പ്രശ്നങ്ങളൊന്നുമില്ല. ചോദ്യം എങ്ങനെ വരിക, മറുപടി അങ്ങനെ പറയാം. ഇപ്പൊ മുജാഹിദുകൾ പ്രബോധന പ്രവർത്തനത്തെ ഭയക്കുന്നു, LCDയെ ഭയപ്പെടുന്നു, മുഖാമുഖത്തെ പേടിക്കുന്നു. എന്നിട്ട് സമയമാവും വാച്ചിന് നോക്കിയിരിക്കുക. എന്തിന്? ഇതായാ വിളിച്ചറിയിക്കാൻ, ഇതേ പോലീസ് വരണം, ഇപ്പൊ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട്. എന്തിനങ്ങനെ പേടിക്കണം? എന്താ ഇവർക്ക് ഇത്ര പേടി? ഞങ്ങൾ പ്രസംഗിച്ച് പോകുമ്പോൾ ഇതൊന്നും ഒലിച്ചു പോവുമോ? അപ്പൊ അത്രേ ഉള്ളൂ. ഞങ്ങൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം മുഖാമുഖം നടത്തി. ഭീമാപള്ളിയിൽ തിരുവനന്തപുരം നമ്മളെ ഭരണകേന്ദ്രത്തിന്റെ സ്ഥിരാകേന്ദ്ര തിരുവനന്തപുരം. അവിടെ മുഖാമുഖം നടത്തി. എത്ര സമയം അറിയോ? 5 മണിക്ക് തുടങ്ങിയ മുഖാമുഖം രാത്രി 1:40 ഞാൻ സ്റ്റേജുമെന്ന് ഇറങ്ങുന്നത്. 1:40, 7-7.5 മണിക്കൂറോളം നീണ്ട മുഖാമുഖം. മുജാഹിദിന്റെ മുഖാമുഖം എങ്ങനെ? ഞങ്ങൾക്കറിയാതെ ചേറൂര് മുജാഹിദുകൾ മുഖാമുഖം എന്ന് പറഞ്ഞ് നടത്തി. അവിടുത്തെ സാധാരണ പ്രവർത്തകന്മാർ, ബീരാൻകുട്ടി എന്ന് പറയുന്ന സാധാരണ പ്രവർത്തകൻ, ആ പ്രവർത്തകൻ ഓന്റെ കുടുംബങ്ങളൊക്കെ മുജാഹിദാ. ഓൻ അവിടുന്ന് കിട്ടിയ സംശയങ്ങളിൽ ചോദിക്കാൻ ചെല്ലുക. മുജാഹിദിന്റെ നേരത്തെ ലൈനാക്കി നിർത്തിയ മുജാഹിദിന്റെ പ്രവർത്തകരെ കൊണ്ട് അങ്ങനെ ചോദിപ്പിച്ചു. ഇവൻ ചോദിക്കാൻ ചെന്നപ്പോ അടിച്ചിട്ട് തല പൊട്ടിച്ചിട്ട് ഒരാഴ്ചക്കാലം തിരൂർ ഹോസ്പിറ്റലിലായിരുന്നു. സന്ദർശിക്കാൻ പോയ ആളുകളാണ് ഞങ്ങൾ ഈ സ്റ്റേജിലിരിക്കുന്ന ആളുകൾ. എന്തേ കാര്യം? ഓൻ തെറ്റവും ചെയ്തിട്ടില്ല. മുജാഹിദിനോട് ചോദ്യം ചോദിച്ചു എന്നുള്ളൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. 10 മണിയാ പെർമിഷൻ പറഞ്ഞിരുന്നത്. സുന്നികൾ ചോദിക്കാൻ രംഗത്തുണ്ട് എന്ന് പറഞ്ഞപ്പോ വാച്ചിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു 9 മണി. ഇപ്പോൾ നമ്മുടെ സമയം തീർന്നിരിക്കുന്നു, പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു. പരിപാടിക്ക് 10 മണിക്കുള്ള പെർമിഷൻ 9 മണിക്ക് തന്നെ തീർക്കുകയാണ്. എന്തിനാണോ നിങ്ങൾ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ തീർക്കണേ? മുഖാമുഖത്തെ ഭയപ്പെടുന്നവരാണ് മുജാഹിദുകൾ. ചോദ്യങ്ങളെ പേടിക്കുന്നവരാണ്. വിശദീകരണങ്ങൾ നൽകാൻ കഴിയാത്തവരാണ് മുജാഹിദുകൾ. ഇത് ഇവിടെ ജീവിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾക്കറിയാം. സുന്നികളായ ഞങ്ങളൊന്നും ചെയ്യൂല. 5-6 സുന്നി പ്രവർത്തകർ ചോദിക്കാൻ നിൽക്കുക. മുജാഹിദ് കണ്ണൂര് മുതൽ കാസർഗോഡ് മുതൽ പാലക്കാട് മാത്രമല്ല എറണാകുളം വരെയുള്ള സ്ഥലത്ത് പോസ്റ്റർ ഒട്ടിച്ചിട്ടാണ് ആ പരിപാടി നടത്തിയത്. ഇവിടെ നിങ്ങൾക്കറിയോ പുലാമന്തോളിൽ നടത്തിയ പരിപാടി അങ്ങനെ? ഞാൻ ആദർശ സമ്മേളനവുമായി ഞങ്ങളൊക്കെ പല സ്റ്റേറ്റിലും പല ജില്ലകളിലും പോയവരാ. പാലക്കാട് ജില്ലയിൽ നിങ്ങളെ പുലാമന്തോളത്തെ സംവാദമുണ്ട്.
തൃശൂർ ജില്ലയിലുണ്ട്, മലപ്പുറം ജില്ല ഒട്ടുക്കുണ്ട്, മൂലകളിലുണ്ട്, കണ്ണൂർ ജില്ലയിൽ ഞാൻ പോസ്റ്റർ കണ്ടു, കോഴിക്കോട് ജില്ലയിലുണ്ട്. 5 ജില്ലയിൽ പ്രചാരണം നടത്തിയിട്ടാ ഇവിടെ ഈ കാണുന്ന 10 ഇവർ ഈ സ്റ്റേജിൽ വിട്ടുവിട്ട് കസേരട്ട ആളെ നിർത്തിയത്. അറിയെങ്കിലും നിർത്താൻ നിങ്ങൾ കരുതി ഇതൊന്നാകെ ആകാശത്ത് നിന്ന് പൊളിഞ്ഞു വിടുന്നതാ. ഇവർ മുഖാമുഖത്ത് ഭയപ്പെടുന്നത് ആരാണ് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ചോദ്യങ്ങൾ ഇങ്ങനെ വരണം, മറുപടി ഇങ്ങനെ ഉരുളക്കുപ്പേരി ഇങ്ങനെ അൽഹംദുലില്ലാ ഞാൻ സാധാരണ പറയാനുള്ളത് പോലെ മറുപടിയുടെ മാലപ്പടക്കത്തിന് ഞങ്ങൾ ഇങ്ങനെ തിരികൊളുത്തും. അതങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകും. അത്ര റാഹത്ത് ഞങ്ങൾക്ക് വേറൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് മറുപടി നീട്ടി പറഞ്ഞു എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ഇല്ലാത്ത ആരോപണം പറയരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ചോദ്യം തുടരുന്നു.